10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് 4ാമത്തെ പാഠം ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന പാഠമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റി മുമ്പ് ഞാനൊരു ക്ലാസ് നല്ല വൃത്തിയായിട്ട് നല്ല നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് SCERTയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം എന്ന് വിളിക്കാം. എന്താണ് കമ്പോളം അഥവാ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം, മാർക്കറ്റ് എന്ന് വിളിക്കാം. മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്നും വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? കൺസ്യൂമർ അഥവാ ഉപഭോക്താവ്. അപ്പം കൺസപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നു, അതാണ് ഉപഭോഗം അല്ലെ, കൺസംഷൻ. പിന്നെ എന്താണ്? വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ. ഇനി ഉപഭോക്തൃ സംതൃപ്തി, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവമുണ്ട്. എന്താണത്? സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി, അതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം. സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ഇത് ഗണിതപരമായി അളക്കുക പ്രയാസമാണ്. ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷലാണ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അളക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്, ഇക്കണോമിസ്റ്റ് ആണ്. ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തതയായിട്ട് കണക്കാക്കാം. ഇനി എന്താണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി? ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നു. ഈ ഉപയുക്തതയെ നമുക്ക് യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാം. യൂട്ടിലിറ്റി അളക്കുന്നത് യൂട്ടിൽസ് എന്ന യൂണിറ്റിലാണ്, യൂട്ടിൽസ്. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് കാർഡിനൽ ഉപയുക്തവാദത്തിൽ പറയുന്നു. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നു. ഉപയുക്തതയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും സ്വാധീനിക്കാം. നിശ്ചിത സമയത്ത് ഒരു വസ്തു തുടർച്ചയായി ഉപഭോഗം നടത്തുമ്പോൾ ഉപയുക്തതയിൽ വരുന്ന മാറ്റം അറിയണമെങ്കിൽ ഉപയുക്തതയുടെ അളവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇനി മൊത്തം ഉപയുക്തത എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? ഒരു വസ്തുവിനെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. സീമാന്ത ഉപയുക്തത അഥവാ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നു. അതൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്, അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറഞ്ഞതാണ്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ശരിക്കും ആവശ്യമുള്ളത് വരുന്നതേ ഉള്ളൂ. പിന്നെയുണ്ട് അപജയ സീമാന്ത ഉപയുക്തത നിയമം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ്? മറ്റ് വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പറയുന്നത്. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനെപ്പറ്റി ഒന്നും ചോദ്യം ചോദിക്കാനായിട്ടൊന്നും വലിയ ഇമ്പോർട്ടൻസ് കാണുന്നില്ല, എന്നാലും പറയാം. ഉപയുക്തതയും ഉപയോഗ്യതയും, യൂട്ടിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ് എന്ന് വെച്ചാൽ എന്താണ്? നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട്. എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല. ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നും ഉപയുക്തത ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ സിഗരറ്റ് എന്നത് ഒരു ഉപയോഗപ്രദമായ ഒരു വസ്തുവല്ല. മാത്രമല്ല അതിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഉപയുക്തതയിൽ നൈതികയ്ക്ക് പ്രസക്തിയില്ല. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണവും, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇതാണ് നമുക്ക് ആവശ്യമാണ്. ഇനി മുതലുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ വരുന്നത്. വിവിധ തരം സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ളത്, എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
സൗജന്യ സാധനങ്ങൾ, ഫ്രീ ഗുഡ്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? പ്രകൃതിയിൽ ധാരാളമായിട്ടുള്ളവയും എല്ലാവർക്കും ലഭ്യമായതുമായ വസ്തുക്കളാണ് സൗജന്യ സേവനങ്ങൾ. ഇവ സൗജന്യമായി ലഭിക്കുകയാണ്. ഇവയ്ക്ക് വില നൽകേണ്ടതില്ല. എന്താണ് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ? സൂര്യപ്രകാശം, വെയില്, അല്ലെ, മഴ. ഇതിനൊന്നും നമുക്ക് എന്താണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെ. ഇതിനൊന്നും നമ്മൾ പണം കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നതാണ്, അല്ലെ. അതൊക്കെ സൗജന്യ സാധനങ്ങളിൽ വരാം. വായു, വെള്ളം, വെള്ളത്തിനൊക്കെ ഇപ്പൊ പൈസ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മഴയിൽ നിന്ന് ലഭിക്കുന്നതിനൊന്നും നമ്മൾ ആർക്കും പണം കൊടുക്കുന്നില്ല. അപ്പൊ അതാണ് സൗജന്യ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇക്കണോമിക് സാധനങ്ങളുണ്ട്. ഇക്കണോമിക് ഗുഡ്സ് എന്താണ്? വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇക്കണോമിക് സാധനങ്ങൾ. ഇക്കണോമിക് സാധനങ്ങൾ പലപ്പോഴും നിർമ്മിക്കപ്പെടുന്നതോ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതോ ആയിരിക്കാം. അടുത്തതാണ് ഉപഭോഗ സാധനങ്ങൾ, കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് അതിന്റെ പ്രത്യേകത എന്താണ്? ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോഗ വസ്തുക്കൾ. വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തവയാണ്. ഉൽപാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തവയാണ് ഉപഭോഗ സാധനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് മൂലധന സാധനങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, അല്ലെ, മൂലധനമാണ്. മറ്റ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങൾ. മറ്റ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, അതായത് യന്ത്രങ്ങളൊക്കെ, അല്ലെ, മൂലധനമാണ്, അല്ലെ. മൂലധന സാധനങ്ങൾ ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവ മൂലധന സാധനങ്ങൾ ആവത്തില്ല. ഈട് നിൽക്കുന്ന സാധനങ്ങൾ, ഡ്യൂറബിൾ ഗുഡ്സ്. അടുത്തതാണ് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ. ഇവ വീണ്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞുവയ്ക്കും. ഇപ്പം ടേബിള്, ബെഡ്, അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്താണ് വർഷങ്ങളോളം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ പോകുന്നത് വരെ, അത് നശിച്ചു പോകുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുക, അല്ലെ, വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ്. ഈട് നിൽക്കാത്ത സാധനങ്ങളുണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. കുറച്ച് കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ. അങ്ങനെയൊക്കെയുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശം, വായു, അല്ലെ, ഫ്രീ ആയിട്ട് കിട്ടുന്നവയാണ്, അല്ലെ. ഭക്ഷണം, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ധാതുക്കൾ, ഫാക്ടറികൾ, ഉപകരണം ഒക്കെ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്നതാണ്. വീട്, ചെരുപ്പ്, മേശ, വീട് എന്നൊക്കെയുള്ളത് എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. പാല്, പച്ചക്കറിയൊക്കെ നമ്മൾ എന്താണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്കണോമിക് ഗുഡ്സ് ആണ്, അല്ലെ. പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നു, അത് തീർന്നു പോകുന്നു. സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ബില്ല് ലഭിക്കേണ്ടത് ഉപഭോക്താവിന്റെ അവകാശമാണ്. ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടേക്കാം. ബില്ല് വാങ്ങുന്നതിലൂടെ ഉപഭോക്തൃ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു സാമൂഹിക പ്രതിബദ്ധത ഉറപ്പാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. GST യെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ്? ഭരണഘടനയുടെ 101 ഭേദഗതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ്. അത് പഠിച്ചു വെക്കുക. വർഷവും തീയതിയും പഠിച്ചു വെക്കുക. ഭേദഗതി ഏതാണ്? 101 ഭേദഗതിയാണ് GST യെ പറ്റി പറയുന്നത്. പലതരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി, ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് GSTയുടെ ലക്ഷ്യം. അപ്പൊ ഒരു രാജ്യം ഒരു നികുതി എന്ന ഒരു മോട്ടോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? GSTയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. GSTയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ പല നിരക്കുകളുണ്ട്. ഇത് മുമ്പത്തെ നിരക്കുകളാണ്. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 നിരക്കുകൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ്? 5%, 18% മാത്രമാണുള്ളത്. അതുകൂടാതെ 40% ഉണ്ട്. ഏതൊക്കെയാണ് ഇപ്പൊ നിലവിലുള്ളത്? 5%, 18%, പിന്നെ 40% ഉള്ളത്. ബാക്കി 12ഉം 28ഉം ഇല്ല. ഇത് രണ്ടും ഇല്ല. GSTയുടെ ഘടന താഴെ പറയുന്ന പ്രകാരമാണ്. നാം നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനും, അതായത് SGST, 50% കേന്ദ്ര സർക്കാരിനും CGST ലഭിക്കുന്നു. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ.
ഇനിയിപ്പൊ ഈ GST-യുടെ നിരക്കുകൾ നമ്മൾ ഏതൊക്കെ വസ്തുക്കളിലാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില എക്സാംസിനൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. 0% അതായത് GST-യിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ എന്തൊക്കെയാണ്? അതായത് ഫ്രഷ് ആയിട്ടുള്ളതും അൺപാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫുഡ് അതായത് പാല്, വെജിറ്റബിള്, പിന്നെ എന്താണ് ധാന്യങ്ങള്, അരി, ഗോതമ്പ് എന്നിവയിൽ നിന്നൊക്കെ എന്താണ് ഈ GST-യിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ, പ്രോസസ്ഡ് അല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ. പിന്നെ ഉള്ളത് ബേസിക് ഹെൽത്ത് കെയർ സർവീസ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, അതിനെയൊക്കെ എന്താണ് GST-യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 5% GST ചെയ്തിരിക്കുന്നത് ഏതിനൊക്കെയാണ്? ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, പിന്നെ അഗ്രികൾച്ചറൽ ഗുഡ്സ് ഉണ്ട്, പിന്നെ ഹെൽത്ത് കെയർ എക്യുപ്മെന്റ്സ്, അതിനൊക്കെ 5% ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 18% ഏതിനൊക്കെയാണ്? അതായത് ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണ്, റെഫ്രിജറേറ്റർ, ചെറിയ കാറുകള് എന്നിവയ്ക്കൊക്കെ 18%. ചെറിയ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് വില കുറഞ്ഞ ലക്ഷറി കാർസ് അല്ലാത്തത് എല്ലാം 18% നൽകിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് 40%. അത് നമുക്കറിയാം, 40% എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അതായത് അത്യാവശ്യ സാധനങ്ങൾ അല്ലാത്തതിനൊക്കെയാണ് ഈ 40% എടുത്തിരിക്കുന്നത്. അതായത് ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിൾസ്, പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ടബാക്കോ പ്രൊഡക്ട്സ്, പുകയില സാധനങ്ങൾക്കൊക്കെ 40%. പാൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ 40%. അതുകൂടാതെ 3%, 5% GST എന്ന് പറയുന്ന ഗോൾഡിനൊക്കെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് 3%, 5% ഒക്കെ അതിന്റെ മേക്കിംഗ് ചാർജസിന്, ഗോൾഡിന്റെ ഒക്കെ മേക്കിംഗ് ചാർജസിന് അതല്ലാതെ അവര് നൽകുന്നുണ്ട്. പിന്നെ ഈ ഗാംബ്ലിംഗ് പോലെയുള്ള സംഭവത്തിനൊക്കെ ഇതിനു മുമ്പ് അത് ചോദിച്ചിട്ടുണ്ട്. അതിന് 40%ആണ് ഇപ്പോൾ അതിന്റെ GST വരുന്നത്, ഗാംബ്ലിങ്ങിനൊക്കെ. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പം ഏതാണ് സംഘടന? 1966 ബോംബെയിലെ കൺസ്യൂമർ ഗൈഡൻസ് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്നിവയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. 1966 ബോംബെയിലാണ് അത് രൂപീകരിച്ചത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത്. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. അപ്പൊ എന്തൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഓർത്തുവെക്കുക, ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണത്തെ കുറിച്ചുള്ള, അതായത് വ്യക്തമായിട്ട് ലോക്സഭ ഇന്ന് പാസാക്കി, രാജ്യസഭ ഇന്ന് പാസാക്കി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്ലാസ് ഞാന് വേറെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അടുത്തതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ നിയമമാണിത്.
ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. വർഷം ഓർത്തിരിക്കുക, 1986. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായിട്ട് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. അപ്പം ആദ്യമായിട്ട് നിലവിൽ വന്നത് 86-ലാണ്. അതിനുശേഷം എന്താണ്, അടുത്ത നിയമം വന്നു അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വീണ്ടും കുറച്ച് പുരോഗമനത്തോടെ നിലവിൽ വന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം 2020 ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നു. അപ്പം നിലവിലുള്ള നിയമം ഏതാണ്? 2020 ജൂലൈ 20 നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിന്റെ സവിശേഷതകൾ നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു. CCPA സ്ഥാപിച്ചു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA സ്ഥാപിച്ചു. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു. മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അത്രയാണ് 2019 നിയമത്തിന്റെ സവിശേഷതകൾ. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട്. ഉദാഹരണമായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വന്നതാണ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2026 നിലവിൽ വന്നത്. അടുത്തതാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി എന്താണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഇതിലേതാണ് ഉള്ളത് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഒന്നാമത്തേത്, ജീവനും സ്വത്തിനും അപകടകരമാകുന്ന സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം ഉണ്ട്, ഓരോ ഉപഭോക്താവിനും ഉണ്ട്. എന്താണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം? ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട്. അടുത്തതാണ് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഓരോ ഉപഭോക്താവിനും തെരഞ്ഞെടുക്കാൻ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. മത്സരാധിഷ്ഠിത വിലയിൽ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അടുത്തതാണ് അറിയാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായത്തിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണമേന്മ, അളവ്, പരിശുദ്ധി, വില നിലവാരം എന്നിവ അറിയാനുള്ള അവകാശം എല്ലാ ഉപഭോക്താവിനും ഉണ്ടായിരിക്കും. അടുത്തതാണ് പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കും ഉപഭോക്തൃ ചൂഷണങ്ങൾക്കുമെതിരെ പരിഹാരം തേടാനുള്ള അവകാശം എല്ലാ ഉപഭോക്താക്കൾക്കും ഉണ്ടായിരിക്കും. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിവരമുള്ള ഒരു ഉപഭോക്താവാകാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം എല്ലാ ഉപഭോക്താവിനും ഉണ്ടായിരിക്കും. ഒന്നുകൂടി നമുക്ക് പറയാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്തതാണ് ഉപഭോക്തൃ കോടതികളുണ്ട് അല്ലെ. ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ്. ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായുള്ള ട്രൈബ്യൂണലുകൾ രൂപവൽക്കരിക്കുകയും ചെയ്തു. ഉപഭോക്തൃ കോടതികളെ 3 തലത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ദേശീയമുണ്ട്, സംസ്ഥാനമുണ്ട്, ജില്ലാതലമുണ്ട്. അപ്പൊ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 10 കോടിക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ 10 കോടിക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നത് എത്ര വരെയുള്ളതാണ്? 1 കോടി മുതൽ 10 കോടി രൂപ വരെ നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നത്. 1 കോടി മുതൽ 10 കോടി വരെ. അടുത്തതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. എവിടം വരെയാണ്? 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം വരുന്ന കേസുകളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൈകാര്യം ചെയ്യുന്നത്.
ഇന്ത്യയിൽ ആകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട്. ഇതിനെല്ലാം മുകളിലായി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ NCDRC എന്ന അപ്പെക്സ് ബോഡിയും ഉണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികളുണ്ട്. ഏതൊക്കെയാണ് ഉപദേശക സമിതികൾ? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിങ്ങനെ മൂന്നെണ്ണുണ്ട്. അതാത് സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപദേശം നൽകുക എന്നുള്ളതാണ് ഈ സമിതികളുടെ ധർമ്മം. അടുത്തത് വിവിധതരം കബളിപ്പിക്കലും അവ പരിഹരിക്കാനുമായി സമീപിക്കാവുന്ന സ്ഥാപനങ്ങളും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നമ്മൾക്ക് ആർക്കാണ് പരാതി നൽകേണ്ടത്? UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായി ബന്ധപ്പെടുക. ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം, പോലീസിൽ പരാതി നൽകാം, വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ആർക്കെതിരെയാണ് പരാതി നൽകേണ്ടത്? UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയ്ക്ക് പരാതി നൽകാം, ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം, പോലീസിൽ പരാതി നൽകാം, വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാം. ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ആർക്കാണ് പരാതി നൽകേണ്ടത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതി നൽകാം. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സഹിതം പരാതിപ്പെടാം. ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ഫയൽ ചെയ്യാം. ആരോഗ്യ സേതു ആപ്പ് വഴി നമുക്ക് പരാതി നൽകാവുന്നതാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു പ്രശ്നമാണിത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നുള്ളത്. നമ്മൾ അത് ആർക്കൊക്കെ പരാതി നൽകാം? പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് POE വഴി പരാതിപ്പെടാവുന്നതാണ്. IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം. 420 പ്രകാരം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കപ്പെട്ടാൽ IPC ഏതാണ്? 420 പ്രകാരം കേസ് ഫയൽ ചെയ്യാം. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെട്ടതെങ്കിൽ ഇന്ത്യൻ എംബസി ഹൈക്കമ്മീഷനിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 1811-3090. അടുത്തതാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നതാണ്. അതിൽ നമുക്ക് ആർക്കാണ് പരാതിപ്പെടാവുന്നത്? സൈബർ ക്രൈം സെല്ലിൽ പരാതിപ്പെടാം. cybercrime.government.in ഓർത്ത് വെക്കുക. ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. CERT-IN എന്ന പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുക. ഈ CERT-IN എന്താണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴിയോ അതോ info@cert.in.org.in എന്ന അഡ്രസ്സിലോ പരാതി സമർപ്പിക്കുക. അടുത്താണ് ബാങ്കിംഗ് രംഗത്തെ കബളിപ്പിക്കലുകൾക്ക് എവിടെയാണ് പരാതി നൽകാവുന്നത്? ബാങ്ക് ഗ്രീവൻസ് റെഡ്രസൽ മെക്കാനിസത്തിന്റെ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ മെക്കാനിസത്തെ സമീപിക്കുക. 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് മറുപടി തരാത്ത പക്ഷം RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ടോൾ ഫ്രീ നമ്പർ 14448 cgmbank@rbi.org.in എന്ന വെബ്സൈറ്റിലും നമുക്ക് പരാതി നൽകാവുന്നതാണ്. ഈ പരാതികൾ എങ്ങനെ സമർപ്പിക്കാം? ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഓഫീസിലോ ഉപഭോക്തൃ കോടതികളിലോ പരാതി നൽകാം. പരാതിയുള്ള ഏതൊരാൾക്കും വെള്ള പേപ്പറിൽ പരാതി വിശദമായി എഴുതി ഉപഭോക്തൃ തർക്കപരിഹാര കോടതി നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം തെളിവായി ആവശ്യമുള്ള രേഖകളും ചേർക്കേണ്ടതാണ്. ഇവിടെയാണ് സാധന സാമഗ്രികൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങേണ്ടതിന്റെ പ്രസക്തി വ്യക്തമാവുന്നത്. നമ്മൾ ഉപഭോക്താവാണെന്ന് കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബില്ല് വേണം അല്ലെ? ഇനി ഗുണമേന്മാ ചിഹ്നങ്ങൾ ISI മാർക്ക് നമ്മൾ വസ്തുക്കളിലൊക്കെ കാണുന്നതാണ് അല്ലെ? എല്ലാത്തിനും ISI മാർക്കുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നങ്ങൾ കാണാം. പിന്നെ അഗ്മാർക്കുണ്ട്. അഗ്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. അഗ്മാർക്ക്. പിന്നെയുണ്ട് FSSAI ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നതാണ് FSSAI. അപ്പൊ അത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപഭോക്തൃ സംരക്ഷണത്തെ പറ്റി അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റി SCERT ടെക്സ്റ്റിൽ പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല. അത്രയേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.